കാലത്ത് 2021 മുതൽ പി രാജീവിൻ്റെ GST കമ്മീഷണറായിരുന്നു രത്തൻ കേൽക്കർ. 2022 മുതൽ 2024 വരെ പിണറായി വിജയൻ്റെ സുപ്രധാന IT വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന രത്തൻ കേൽക്കർ. അവിടെ നിന്നാണ് രത്തൻ കേൽക്കർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അന്ന് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പ് പിണറായി വിജയന് അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ രത്തൻ കേൽക്കറെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇനി ഈ രത്തൻ കേൽക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സെക്രട്ടറി ആവുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, മുമ്പും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. EK നായരുടെ മന്ത്രിസഭയിലേക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, ആ ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തിരിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ടിക്കാറാം മീണ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരം ഈ സ്ഥാനമാറ്റങ്ങളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാ. ഇപ്പം എന്താ പ്രശ്നം എന്താ വെച്ചാൽ, പിണറായി വിജയൻ സർക്കാരിനെ പോലെയല്ല VD സതീശൻ സർക്കാർ. ജനങ്ങൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ജനങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. ജനങ്ങളെല്ലാവരും ഒന്ന് മുഖ്യമന്ത്രിയെ പോയി കാണുക. എന്തിനാ കാണണേ? ഒരു കാര്യമില്ല. അവർക്ക് കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല. അവർക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയാൻ ഒരാൾ വേണം. ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്ന് ഞങ്ങൾക്ക് കാണണം. ഞങ്ങളുടെ മുഖ്യമന്ത്രിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പോവാണ്. കാരണം എന്താ, അവർക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ കേൾക്കാൻ, ഞങ്ങളെ പരാതികളല്ല, ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ. സാറേ, ഇന്ന് ചാളക്കറിയും ചോറും ആയിരുന്നു, ഇന്ന് പപ്പടം പൊരിച്ചതും കഞ്ഞിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ. സാറേ, ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഞാനൊരു കുട്ടി ചോദിക്കുക, സാറേ ലോകകപ്പ് വരില്ലേ, സാറിൻ്റെ ടീം ഏതാ? പിണറായി വിജയനോട് സഖാവ് പറയാണ്, സാറേ ഒരു ചോദ്യം, CMA ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വീട്ടിൽ പോയി ചോദിക്കടാ, മാറി നിൽക്കുക അങ്ങോട്ട്, കിടക്ക് പുറത്ത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ആര് വന്നാലും വലിയ സ്നേഹവും ആദരങ്ങളും നൽകി ആ മനുഷ്യൻ അങ്ങനെ കേൾക്കുക. ജനങ്ങൾക്ക് അവർ കരുതുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്നൊന്നല്ല, അത് അവരെന്നെ കണ്ടെത്തും. അതാണ് കേരളത്തിലെ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മലയാളി അവൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവൻ കണ്ടെത്തും. അവൻ അതിനുള്ള കഴിവുണ്ട്, കെൽപ്പുണ്ട്, ത്രാണിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവനെന്താ വേണ്ടത്? എൻ്റെ മുഖ്യമന്ത്രിക്ക് ഞാൻ പറയുന്ന കേൾക്കാനുള്ള മനസ്സുണ്ട്. ഇതന്നെ വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണല്ലേ, അല്ലേ? ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കുടിയൊഴി